ഇപ്പോഴത്തെ പ്രോഗ്രാം എടുത്ത് തീരുമാനിക്കുന്നത് പിന്നെ MB ഓഫീസിലാണ്. നമ്മളല്ല, ഡേ ടു ഡേ പ്രോഗ്രാമാണ്. ഒരു കറണ്ട് പ്രോഗ്രാമായിട്ട് നേരിട്ട് 6 ദിവസത്തെ പരിപാടി ഒന്നായിട്ട് തയ്യാറാക്കിയിട്ടില്ല ഇപ്രാവശ്യം. അവരെന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻസും അതുപോലെ വ്യക്തികളെയും അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹിക സംഘടനകളൊക്കെ കണ്ട് സംസാരിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അറിയണം, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ചറിയണം, രാത്രി യാത്രയെ സംബന്ധിച്ചറിയണം, നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ സംബന്ധിച്ചറിയണം. ഇതൊക്കെയാണ് പറഞ്ഞവർ, അതൊക്കെയാണ് അവർ അന്വേഷിച്ചത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഏയ് നോനോ, ഒരിക്കലും അല്ല അങ്ങനെ. ഞാൻ അങ്ങനെ പറയും തോന്നുന്നുണ്ടോ? അങ്ങനെ ഞാൻ പറയുമോ? അതെ, ഇന്നിപ്പോ പിന്നെ ഇത് മനോരമയിൽ വന്ന വാർത്ത അങ്ങനെ തന്നെയല്ലേ ഇന്ന് വന്നത്. ഞാൻ മനസ്സറിവുണ്ടേ തിരക്കില്ല, ഞാൻ സമ്മതിക്കും. എനിക്ക് അതിന് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ പൊതുജീവിതം എന്ന് പറഞ്ഞാൽ 100% സത്യസന്ധമായ ഒരു പൊതുജീവിതം എൻ്റെത്. ഞാൻ ആരോടൊന്നും വാങ്ങാനോ അല്ലെങ്കിൽ ഒന്നും അഴിമതി നടത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ടോ ഞാനൊരു കാലത്തും നിന്നിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്, സ്വയം അനുഭവിക്കാമെന്ന് എൻ്റെ കുടുംബം അനുഭവിക്കുന്നുണ്ട്. അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. പാർട്ടിക്ക് വേണ്ടിയല്ലേ, പാർട്ടിക്ക് വേണ്ടി ഇനിയും എന്തുവേണമെങ്കിലും ചെയ്യും, ഒരു കുഴപ്പമില്ല കാര്യത്തിൽ. ഉണ്ടാവും, അവരെന്നെ പരിഗണിക്കാണ്ടിരിക്കില്ലല്ലോ. അവരിപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ എന്നെ ACC മെമ്പറായിട്ട് അവർ എടുത്തല്ലോ. അവരിപ്പോൾ പരിഗണിച്ചവർ എന്നെ അവർ ഒഴിവാക്കിയില്ല. ഒന്നുമില്ലാണ്ട് എന്നെ ഇവിടുന്ന് പടിയിറക്കി വിടുന്ന വിധത്തിലല്ലോ വിട്ടവർ. അത് ചെയ്തല്ലോ. ഇന്നലെ പിന്നെ നമ്മുടെ ACCയുടെ ബഹുമാനായ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെജി അന്നത്തെ വാർത്ത എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് വാട്സപ്പിൽ. അതൊന്നും പ്രശ്നമില്ല. മല്ലികാർജ്ജുന ഖാർഗെ എന്താ അയച്ചത്? അത് ഇത് തന്നെ ഇങ്ങനെ ICC ഇയാളെ പുതിയ DC പ്രസിഡന്റ് ആക്കിയിട്ട് എന്നെ ഇങ്ങനെ നിയമിച്ചിട്ടായിരുന്നു ഉത്തരവിറക്കിട്ടോ. KC വേണുഗോപാലിനോട് പറയുകയും ചെയ്തത് ഇങ്ങനെ ചെയ്യാൻ പോകണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യം 100%. അങ്ങയോട് കൂടി സംസാരിച്ചിട്ടാണ് തീരുമാനം എടുത്തത്? അതെ.